ഞാൻ വിചാരിച്ചാൽ ഈ കേസ് അനന്തമായി നീളും. ഡൈവേഴ്സ് കിട്ടാതെ നിയമപരമായി ഗിരിജയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യാനും കഴിയില്ല. നിങ്ങളെക്കാൾ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളത് അപർണയ്ക്കാണ്. അവർക്കെതിരെ ഒരു ഇല്ലീഗൽ റിലേഷൻ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. There's no proof. മൈനറായ അരുണിനെ ഫിനാൻഷ്യലി മോർ സൗണ്ടായ അപർണയ്ക്ക് മാന്യമായി സംരക്ഷിക്കാൻ കഴിയൂ എന്ന് ഞാൻ വാദിച്ചാൽ അരുണിനെ നിങ്ങൾ വിട്ടുകൊടുത്തേ പറ്റൂ. ഇപ്പോൾ പറഞ്ഞ അത്രയും ഭീഷണികളാണ്. എൻ്റെ അല്ല, എൻ്റെ കക്ഷിയുടെ. പക്ഷെ ഒരു വക്കീൽ എന്ന നിലയ്ക്ക് ഞാനൊരു സൊല്യൂഷൻ പറയാം. അപർണയോ അപർണയുടെ വക്കീലായ ഞാനോ കോടതിയിൽ ഹാജരാകാതിരുന്നാൽ എക്സ്പാർട്ടി വിധിയായി ഡൈവേഴ്സ് അനുവദിച്ചു കിട്ടും. ഈ കാര്യം ഞാൻ അപർണയോടും സൂചിപ്പിച്ചിട്ടുണ്ട്. അവരത് സമ്മതിക്കോ? ഞാൻ സമ്മതിപ്പിക്കാം. അരുണിനെ നിങ്ങൾ വിട്ടുകൊടുക്കുമെങ്കിൽ. ഒരച്ഛനും സ്നേഹിക്കാത്ത അളവിൽ ഞാൻ അവനെ സ്നേഹിച്ചുപോയി. എനിക്ക് ഡൈവോഴ്സ് കിട്ടാൻ വേണ്ടിയല്ല, പക്ഷേ കോടതിയിലിട്ട് നിങ്ങൾ അവനെ വലിച്ചു കയറും. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങളുടെ പ്രപ്പോസൽ ഞാൻ അംഗീകരിക്കുന്നു. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. അരുണിനു വേണ്ടി ലീഗലി മൂവ് ചെയ്യരുത്. അവനെ കോടതി കയറ്റരുത്. ഡിവോഴ്സിന്റെ വിധി വരുന്നെന്ന് വിട്ടുതരും ഞാൻ അവനെ. അതായത് ഞാൻ നിങ്ങളെ വിശ്വസിക്കണം. അത് റിസ്ക് ആണ്. പ്ലീസ് പ്ലീസ്. That's it. ഹലോ മധു. ഡോക്ടറോ? ഞാൻ തങ്കമ്മപിള്ളയെ ഒന്ന് കാണാൻ വേണ്ടി. ഇതെന്താ സ്വീറ്റ്സ്? ഇന്ന് ബർത്ത്ഡേ ആണോ? ഹേയ് നോ, ഇത് സംഗതി വേറെ. ഡോക്ടറെ മുഖം കണ്ടാൽ അറിയാം എന്തോ സന്തോഷമുണ്ട്. മധുവിന് എന്റെ മനസ്സറിയാം. വെറും സന്തോഷമല്ല, ഉന്മാദം. ആരോട് പറയരുത്. പറയൂ? ഇല്ല. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ എന്റെ ഹീറോയെ കണ്ടെത്തി മധു. മൈ ഹീറോ, എന്റെ മാത്രം ഹീറോ. കണ്ടെത്തി എന്ന് പറയുമ്പോ ഇന്നാണോ കണ്ടത്? ആദ്യമായി കണ്ടെത്തിയത് ഇന്നല്ല, ബട്ട് ഐ കൺഫേംഡ് ഹിം ടുഡേ. ആ മധു, എന്തോ? ഇന്ന് രാത്രി പാടുമോ? പാടണോ? പാടണം മധു, എനിക്ക് വേണ്ടി. പാടാം. സ്ലോ പേസ് വേണ്ട, നല്ല ടെമ്പോ ഉള്ള ലവ് സോങ്. ഓക്കെ ഓക്കെ, ബൈ. സത്യമാണോ? നീ ഏത് പാട്ടാ പാടാൻ പോകുന്നത്? എന്റെ പിള്ളച്ചേട്ടാ, പബ്ലിക്കായിട്ട് തോളെ കൈയിട്ട് മധുരം തന്ന് ഞാൻ ഹീറോ ആണ്, ക്യാൻ യു സിംഗ് ഫോർ മീ, ഞാൻ എന്റെ ആളെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടെ നാട്ടിൽ ഗാനമേളയ്ക്ക് വരണമെന്നാണോ അർത്ഥം? ഇത് പാട്ടൊന്നുമല്ല വിഷയം. ഇന്ന് രാത്രി ഞാൻ അന്തം വിട്ട് ഒരു നമ്പർ കൂടെ പയറ്റും. അതെന്താ? ഫോൺ എടുത്ത് നേരെ അവരെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് ചോദിക്കും. ചെല്ലാൻ പറഞ്ഞാലോ? ചെല്ലും. പക്ഷേ എന്തെങ്കിലും ഒരു പ്രസന്റ് വാങ്ങണം. എന്റെ കയ്യിലാണെങ്കിൽ 10 പൈസ ഇല്ല. എന്റെ കയ്യിലും. അവളോട് നാളെ തരാമെന്ന് പറ. ഇതിനും കടോ? ഇൻവെസ്റ്റ് ചെയ്യാൻ ചേട്ടന്റെ കാശില്ലെങ്കിൽ പറ, ഞാൻ വേറെ ആളെ നോക്കാം. നീ പിണങ്ങല്ലേ? നമുക്ക് 1 കിലോ ആപ്പിൾ വാങ്ങാം. ഇപ്പൊ സീസണാ, ഭയങ്കര വിലക്കുറവാ. ഓ എന്റെ ചേട്ടാ, ഇങ്ങനെ പിശിക്കിയ കാര്യങ്ങൾ നടക്കില്ല. ഒരു മോതിരം, അവളുടെ സ്റ്റാൻഡേർഡിന് അത് പോരാ. ചേട്ടന് കിട്ടാൻ പോകുന്ന മലങ്കോള് വെച്ച് നോക്കുമ്പോൾ വജ്രമാണ് വേണ്ടത്. വജ്രം. തൽക്കാലം ഒരു അരപ്പവന്റെ മോതിരം, അത് മസ്റ്റാ. ദിസ് ഈസ് ലവ്, പ്രേമം. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടിയില്ലേ? അത് ഷാജഹാൻ, ഇത് PG തങ്കപ്പൻപിള്ള. ദൈവമേ, ഓവർ മേക്കപ്പും ചുമന്ന ഷർട്ടും ഹോറിബിൾ. ചത്തുപോയ ഏതോ ബാലേക്കറിന്റെ ആത്മാവായവന്. എന്തെങ്കിലും മുഴിഞ്ഞായിരുന്നു? ഒന്നും മുഴിഞ്ഞില്ല. ഫോൺ ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞ ലൈറ്റ് ഇട്. സന്ധ്യാദീപത്തിൽ നിന്ന് കൊളുത്തിയ തിരിയായത്. കുറച്ചു നേരം ഇവിടെ നിന്ന് കത്തട്ടെ. കാലക്കേട് വല്ലതുകൊണ്ട് ഒഴിഞ്ഞു പോട്ടെ. പിള്ളച്ചേട്ടൻ അങ്ങോട്ട് മാറി നിൽക്ക. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. ഞാൻ മാറിക്കണമെന്ന് നിർബന്ധമാണോ? അതെ, ഒരു പ്രത്യേക മൂടാ. പവൻ മേടിക്കാൻ പണമിറക്കാൻ ഞാൻ, സുഖിക്കാൻ അവൻ ഒറ്റ. വാടക ഫ്രീ, ഫുഡ് ഫ്രീ. ഓസ്മോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഡോറ. ഹലോ, ഡോക്ടർ അപർണ ഹിയർ. ഹലോ, ഞാൻ
ഓ സ്റ്റാർട്ടിങ് ട്രബിൾ. ഇവനെ നമ്പിയാണല്ലോ ദൈവമേ ഞാൻ ആരാ പവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നെ മനസ്സിലായില്ലേ? ഓ മധു, ഇറ്റ്സ് യു. ഹൗ നൈസ്. എന്റെ സൗണ്ട് എങ്ങനെ മനസ്സിലായി? നമ്മൾ തമ്മി ഇതിനു മുമ്പ് ഫോണിൽ സംസാരിച്ചിട്ടില്ലല്ലോ. മധുവിന്റെ ശബ്ദം എപ്പോ എവിടെ കേട്ടാലും ഞാൻ അറിയും. ഇറ്റ്സ് സോ ഹോണ്ടിങ്, സോ മെലഡിയസ്. ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യുന്നതല്ല. ദ വേ യു ടോക്ക്, ഇറ്റ്സ് ടിക്ലിംഗ്. താങ്ക് യു. ഇന്നെന്താ പാടാൻ വൈകുന്നത്? മധുവിന്റെ പാട്ട് കേൾക്കാതെ ബോറടിച്ച് ഞാനൊരു തല്ലിപ്പൊളി പാടം എടുത്തിട്ടു. പറയൂ, ഇന്ന് ഏത് പാട്ടാ മധു പാടുന്നത്? ഇന്ന് വെളുക്കുന്നവരെ പാടിയാ കൊള്ളാവുന്നുണ്ട് എനിക്ക്. പാട്ട് മാത്രമോ? ഓ യു നോട്ടി. അയൽക്കാര് പോലീസിനെ വിളിക്കും. ഇല്ല, അയൽക്കാരൊന്നും അറിയില്ല. അതെങ്ങനെ? ഫോണിൽ പാടുവോ? അല്ല, പിന്നെ ഞാൻ ഇന്ന് രാത്രി അവിടെ വന്ന് പാടാം. ആരും അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് വരാം. മധു തമാശ പറയാണ്. യു ജോക്കിംഗ്. നിങ്ങളെ പോലുള്ള കലാകാരന്മാരൊക്കെ അങ്ങനെ വീടുകളിൽ പോയി പാട്ട് പാടുവോ? തമാശയല്ല, സത്യം. ഡോക്ടറെ ആദ്യം കണ്ടപ്പോ മുതൽ എനിക്ക് ഇതിനു മുമ്പ് ആരോടും ഇങ്ങനെ തോന്നിയിട്ടില്ല. ഞാനങ്ങനെ കണ്ടമാനം നടക്കുന്ന ആളുമല്ല. ഒരാളും അറിയില്ല, ഒരീച്ച പോലും അറിയില്ല. ഡോക്ടർ പ്ലീസ്. ഇവിടെ വാച്ച്മാൻ ഉണ്ടല്ലോ മധു. അയാൾ അങ്ങനെ ഉറങ്ങുന്ന ആളല്ല. അയാൾ മുൻവശത്തല്ലേ, ഞാൻ പടിഞ്ഞാറ് വശത്തെ മതിലടി വന്നോളാം. അവിടുത്തെ കഥവും തുറന്നിട്ടാ മതി. സോ യു ഹാവ് പ്ലാൻഡ് എവറിത്തിങ്. ആള് ഭയങ്കരം തന്നെയാ കേട്ടോ. കണ്ട പക്ഷെ ഇതൊന്നും തോന്നുകയില്ല. ഒരു പാവം ഗായകൻ. മനസ്സിലപ്പോ ഇതൊക്കെയാണല്ലേ? ഹൈലി റൊമാൻറ്റിക്. അതിരിക്കട്ടെ, എപ്പോഴാ ഇതൊക്കെ പ്ലാൻ ചെയ്തത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. വന്നു, കണ്ടു, കീഴടക്കി. അതാണല്ലോ പ്രമാണം. ഓക്കെ മധു, മണി ഇപ്പൊ 10. Can you make it at sharp 10:30? 10:30? Sharp 10:30. I'll be at the door. താങ്ക് യു അപ്പു, താങ്ക് യു. അപ്പു ഒന്ന് വിളിച്ചതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം ഞാൻ കണ്ടു, എല്ലാം ഞാൻ കേട്ടു. എനിക്ക് സന്തോഷമായി. നീ ഒരു ചോണ എല്ലാം ഒളിച്ചു നിന്ന് കേൾക്കും. ഇത് അരപ്പവനുണ്ടോ? ഉണ്ട്. 1 ഗ്രാം കുറവ്. അരപ്പവനെന്ന് പറഞ്ഞാൽ തന്നെ 4 ഗ്രാം. അതിൽ നിന്നൊന്ന് പോയാ 3. അത് മതി. നല്ല പൊലിപ്പുള്ള പണിയാ മോനെ മാധവ. നീ ഇതാദ്യം കൊടുക്കരുത്. ഇല്ല, അവസാനേ കൊടുക്കൂ. കഴിവെങ്കിൽ അവസാനം കൊടുക്കരുത്. സാധനം തിരികെ കൊണ്ടുവന്നാൽ ക്ഷേണ എടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കാൻ ഇയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന എന്നെ തൊഴിക്കണം. ഇതെന്തോന്നു? പാട്ടുത്സവം. എന്തിന്? പാടാൻ പോവല്ലേ?